നത്തും മൂങ്ങയും രാത്രീഞ്ചരരായ രണ്ടു പക്ഷികൾ. പണ്ട് ശ്രീപാർവതിയും പരമശിവനും ഭൂമിയുടെ മറുഭാഗത്ത് ഒളിച്ചു താമസിച്ചു. ലോകത്തിലെ സർവചരാചരങ്ങളും കൂടി ദേവേന്ദ്രന്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. ശിവന്റെ കടാക്ഷമില്ലാതെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനാവുന്നില്ല. അങ്ങ് ശിവനെ കണ്ടെത്തണം. ദേവേന്ദ്രൻ അഗ്നിദേവനെ ശിവനെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തു. അഗ്നിദേവൻ ശിവനെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. ഇന്ദ്രനോടത് പറയാനും പേടി. അദ്ദേഹം സമുദ്രത്തിൽ പോയി ഒളിച്ചു. സമുദ്രം ചുട്ടു തിളച്ചപ്പോൾ ജലജീവികൾ മുറവിളി കൂട്ടി. അപ്പോൾ അഗ്നി അവിടെ നിന്ന് പോന്ന് ഒരു കാട്ടിൽ ഒളിച്ചു. സൂര്യൻ ഒളിച്ചിരിക്കുന്നത് കാട്ടിലെ പക്ഷികൾ കണ്ടു. അവർ വിളിച്ചു പറഞ്ഞു, അഗ്നിദേവൻ കാട്ടിലൊളിച്ചേ, കാട്ടിലൊളിച്ചേ. സർവചരാചരങ്ങളും ഈ രഹസ്യമറിഞ്ഞു. അഗ്നിദേവന് നാണക്കേടായി. അദ്ദേഹം പക്ഷികളെ ശപിച്ചു. നിങ്ങളുടെ എല്ലാം നാക്ക് പിറകോട്ട് വളഞ്ഞു പോകട്ടെ. തത്തയും മൈനയും മിക്ക പക്ഷികളും ദേവേന്ദ്രന്റെ അടുത്ത് ചെന്ന് തങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് തരാൻ ശാപം പിൻവലിക്കണമെന്ന് അഗ്നിദേവനോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തു. അഗ്നിദേവനും ദേവേന്ദ്രനും പക്ഷികളെ വിളിച്ചു. എന്നാൽ രണ്ടു പക്ഷികൾ ഒരു തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവർ ഇന്ദ്രന്റെയും അഗ്നിയുടെയും വിളി കേട്ടില്ല. മറ്റുള്ള പക്ഷികൾക്കെല്ലാം ചിലയ്ക്കാനും പാടാനുമുള്ള കഴിവുകൾ കിട്ടി. നത്തിനും മൂങ്ങയ്ക്കും പകൽ പുറത്തിറങ്ങാനും ശരിയായി സംസാരിക്കാനും കഴിയാതെ ജീവിക്കുന്നു. നത്ത് പ്ല പ്ല എന്ന് ശബ്ദിക്കുന്നു. കൂമൻ എന്ന് ശബ്ദിക്കുന്നു. മൂകനായ കൂമനെ മൂങ്ങയെന്ന് വിളിക്കുന്നു. നത്തിന്റെ ശബ്ദം ദുസൂചനയാമെന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശിമാർ രാമരാമനാമം ജപിക്കാറുണ്ട്. മൂങ്ങയുടെ മൂളൽ വീടിന്റെ വടക്കുഭാഗത്തു നിന്നായാൽ തെക്കുഭാഗത്ത് ആരെങ്കിലും മരിച്ചെന്ന വാർത്ത കേൾക്കാമെന്നും പഴമക്കാർ വിശ്വസിക്കുന്നു. കൂമനൊന്ന് മൂളിയാൽ, അതായത് കൂമൻ എന്ന് മൂളിയാൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും മരിച്ച വാർത്ത കേൾക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഒരു പഴഞ്ചൊല്ലുണ്ട്, കൂമൻ അതിന്റെ ഇണയെ വിളിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ ചൊല്ല്. കൂമനൊന്ന് മൂളിയാൽ കൂമത്തി രണ്ടും മൂളും.